CSN സുവർണ ജൂബിലി സാഹിത്യ പുരസ്കാര സമർപ്പണം നാളെ നടക്കും. ഒറ്റപ്പാലം കണ്ണിയമ്പുറം ചേറ്റൂർ ശങ്കരൻ നായർ കൾച്ചറൽ ട്രസ്റ്റിന്റെ സാഹിത്യവേദിയായ അക്ഷരപക്ഷത്തിന്റെ സാഹിത്യ പുരസ്കാരം മലയാള സാഹിത്യകാരി മാനസിക്ക് നാളെ വൈകിട്ട് CSN ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഒറ്റപ്പാലം NSS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സജീവ് പുരസ്കാര സമർപ്പണം നടത്തും. ജയനാരായണൻ ഒറ്റപ്പാലം രചിച്ച പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും നടക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികളായ ഫിറോസ് പടിഞ്ഞാറക്കര, പ്രദീപ്, അജിത്ത്, ജയനാരായണൻ ഒറ്റപ്പാലം എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കൾച്ചറൽ ട്രസ്റ്റിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ CSN സുവർണ ജൂബിലി സാഹിത്യ പുരസ്കാര സമർപ്പണം ഇത്തവണ ഈ സുവർണ ജൂബിലി പുരസ്കാരം സമർപ്പിക്കുന്നത് പ്രശസ്ത കഥാകൃത്ത് ശ്രീമതി മാനസിക്കാണ്. പരിപാടി നാളെ 11 ജൂലൈ 24 വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് CSN ഓഡിറ്റോറിയത്തിൽ നടക്കും. അതോടൊപ്പം തന്നെ ചേറ്റൂർ ശങ്കരൻ നായരുടെ 167ാമത് ജന്മദിനമാണ് നാളെ. അതോടനുബന്ധിച്ച് നടത്തുന്ന അനുസ്മരണ പരിപാടിയും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രൊഫഷണൽ തന്നിട്ടുള്ള പേരിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ്റെ പേരാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ചില സാങ്കേതിക കാരണങ്ങളാൽ വരാൻ കഴിയാത്തത് കൊണ്ട് ഒറ്റപ്പാലം NSS കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ കെ സജീവാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചേറ്റൂർ ശങ്കരൻ നായരുടെ ജന്മദിന അനുസ്മരണ പ്രസംഗം CSN ട്രസ്റ്റി ശശിരൂപൻ തിരുമിറ്റക്കോട് നിർവഹിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മളോടൊപ്പമുള്ള ശ്രീ ജയനാരായണൻ ഒറ്റപ്പാലം എന്ന് പറയുന്ന വളരെ സീനിയറായിട്ടുള്ള ലൈബ്രറിയൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം കൂടി ഈ ചടങ്ങിൽ പ്രകാശനം ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജയനാരായണൻ തന്നെ അതിൻ്റെ വിവരങ്ങൾ വിശദീകരിക്കും. അതോടൊപ്പം ഈ പരിപാടി നടക്കുന്നത് CSN അക്ഷരപക്ഷത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ്. അക്ഷരപക്ഷത്തിൻ്റെ പ്രസിഡന്റാണ് ശ്രീ M. പ്രദീപ് പറയാനുള്ളത്. പുസ്തക കാര്യങ്ങൾ ശ്രീ ഫിറോസ് പറഞ്ഞു. CSNൻ്റെ സുവർണ ജൂബിലി സാഹിത്യ പുരസ്കാര സമർപ്പണമാണ് മാനസിക്ക് നാളെ വൈകുന്നേരം സമർപ്പിക്കുന്നത്. അതിനോടൊപ്പം ശ്രീ ജയനാരായണൻ ഒറ്റപ്പാലം രചിച്ച ട്രയംഫന്റ് ഓഫ് സാഗ ഓഫ് ഭാരത് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം മാനസി ശ്രീ പ്രൊഫസർ ലതാ നായർക്ക് കൊടുത്തുകൊണ്ട് നിർവഹിക്കുകയും ചെയ്യും. ശ്രീ EP ചിത്രേഷ് നായർ CSNൻ്റെ സെക്രട്ടറി ആയിരിക്കും അധ്യക്ഷത വഹിക്കുന്നുണ്ടാവുക. ആശംസാ പ്രസംഗം ശ്രീ ഫിറോസ് പടിഞ്ഞാറക്കരയും ശ്രീ പ്രേമി മോഹനും. പുസ്തകത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ശ്രീ ഈ 20ാം നൂറ്റാണ്ടിൽ ഭാരതം നേരിട്ട, ഇന്ത്യ നേരിട്ട 3 വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ട്രാൻസ്നാഷണൽ ഇൻഫ്ലുവൻസ്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഭാരതം ചെയ്തു, പ്രൊട്ടസ്റ്റ് ചെയ്തു. പക്ഷേ ട്രാൻസ്നാഷണൽ ഇൻഫ്ലുവൻസ് വളരെ സ്ട്രോങ് ആയത് കാരണം പാർട്ടീഷനിൽ കലാശിച്ചു. ആദ്യത്തെ ട്രാൻസ്നാഷണൽ ഇൻഫ്ലുവൻസാണ് പാൻ ഇസ്ലാമിസം. ഈ പാൻ ഇസ്ലാമിസം തുടങ്ങാൻ കാരണം 1908 ബാൾക്കാൻ യുദ്ധത്തിൽ ടർക്കി പരാജയപ്പെട്ടു. ഓട്ടോമൻ ടർക്കി പരാജയപ്പെടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യ വളരെ കണ്ണിങ് രൂപത്തിൽ പാൻ സ്ലാവിസം കൊണ്ടുവന്നു. അപ്പോൾ പാൻ സ്ലാവിസത്തിന് ബദലായിട്ട് ടർക്കി, ഈ യങ് ടർക്സ് അസോസിയേഷൻ, അവർ 3 പേരുണ്ടായിരുന്നു, പ്രമുഖരായിട്ട്. അവർ പാൻ ഇസ്ലാമിസം കൊണ്ടു. ഈ പാൻ ഇസ്ലാമിസമാണ് ഇവിടെ വന്നിട്ട് ഡൈക്കട്ടമി പേര് മാറ്റിയിട്ട് ഖിലാഫത്തായത്. ശരിക്കും അവർക്ക് അറിയാം കാലിഫയെ മാറ്റിയത്. കാലിഫ വാസ്